ഹലോ ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ബാബു. ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ യാത്രയിലാണ്. ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോവുകയാണ്. അതായത് UK-യിൽ മീൻപിടുത്തം. നമ്മൾ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോകുന്നതും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നതും. ഹായ്, ഞാൻ ബെന്നി. ഞങ്ങളുടെ ഇന്നത്തെ ബോട്ട് ട്രിപ്പിന് 8 പേരോളം ഉണ്ട്. 10 പേർക്ക് വരെ പോകാവുന്ന ബോട്ടാണ്. നമ്മൾ ഏകദേശം ഉൾക്കടലിലേക്ക് ഒരു 4 മുതൽ 8 മൈൽ വരെ പോയിട്ടാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 4ാമത്തെ ട്രിപ്പാണ്. പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊട്ട വാരിക്കൊണ്ട് പോകുന്ന പോലെയാണ്. ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കിട്ടി പോയി എന്ന് പറയാം. പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെല്ലാവരും രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ രാവിലെ 8:30 തന്നെ ഈ സ്ഥലത്തെത്തി. ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണമായിരുന്നു. ഫുഡെല്ലാം എടുത്തു. പിന്നെ ഫിഷ് കിട്ടിയാൽ തിരിച്ചു വരാനുള്ള ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബോട്ടും തന്നെ ഫുള്ളാണ്. നേരത്തെ പ്രീ ബുക്ക് ചെയ്യണം. 8 hours ആണ് നമ്മുടെ ഇന്നത്തെ ജേണി ബുക്ക് ചെയ്തിരിക്കുന്നത്. 8 hours-ന് 480 pounds വരും. പിന്നെ നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യണ ചൂണ്ട കാര്യങ്ങൾ അതിനൊക്കെ പിന്നെ അവരുടെ ചാർജസ് കാര്യങ്ങൾ അതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്, അവരുടെ സർവീസ് ചാർജൊക്കെ. നമ്മുടെ എല്ലാവരും ബോട്ടിലോട്ട് 8:30 തന്നെ കയറണം. പിന്നെ ക്ലൈമറ്റും നമ്മുടെ ഹൈറ്റൈഡൊക്കെ നോക്കിയാണ് ഇവർ ബോട്ട് എടുക്കുന്നത്. അതൊക്കെ ഇപ്പോൾ നമുക്ക് അനുകൂലമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ബോട്ടിലോട്ട് കയറുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ കപ്പിത്താൻ അല്ലെങ്കിൽ ഈ ബോട്ടിൻ്റെ ഓപ്പറേറ്റർ പുള്ളി നമുക്ക് എല്ലാവർക്കും എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. എങ്ങനെയാണ് ബോട്ടിൽ സേഫായിട്ട് എങ്ങനെ പോകാം, എങ്ങനെ എല്ലാം ഫിഷ് ഹണ്ടിങ് എങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പുള്ളി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ആവശ്യമാണ് ഈ ബോട്ടിന്. ബോട്ട് സ്റ്റാർട്ടഡ് ആണ്. ബോട്ടിൻ്റെ ഉൾവശം ഞാനൊന്ന് കാണിക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉൾവശം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. റോഡ് എങ്ങനെ പിടിക്കണം, എവിടെ കാസ്റ്റ് ചെയ്യണം, എപ്പോൾ പുള്ളി ചെയ്യണം. എല്ലാവരും ഭയങ്കര ഉഷാറിലാണ്. ബോട്ട് പയ്യെ സീലോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. അടിപൊളി സീനറിയാണ് ഇവിടെ. അർലിയിലെ ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. അടിപൊളി നല്ല വ്യൂയിങ് ആണ് ഇവിടെ. ഇന്ന് നല്ല ഹോട്ട് വെതറാണ്. അതുകൊണ്ട് എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടി സൺക്രീമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് തേച്ചാൽ വെളുക്കും എന്നൊക്കെയാണ് വെളിച്ചം പറയുന്നത്. We'll be dropping the anchor, fishing on the bottom then for baits, and we'll be looking at a general mixed species and see what we can get. And the weather's really lovely today anyway, which makes a change for us, and hopefully we have a good day. ഈ കാണുന്നതൊക്കെ വിൻഡ് ടർബൈൻസ് ആണ്. ഒരുപാട് വിൻഡ് ടർബൈൻസ് ഇതിൻ്റെ സീലുണ്ട്. ഇതിൻ്റെ ഒരു സർവീസ് സ്റ്റേഷനും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫിഷിംഗ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് മീൻ തന്നെ നമ്മുടെ മാക്രയിലാണ് കിട്ടുന്നത്. അയലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നോക്ക്, അടിപൊളിയാണ്. ഒരു റോഡിൽ തന്നെ നമുക്ക് 4-5 ഹുക്കുണ്ട്. അതിൽ 5ലും കിട്ടുന്നതുണ്ട്. ഞാൻ പിടിച്ചു കാണിച്ചല്ല ആദ്യം. അന്ന് പറഞ്ഞിട്ടേ അത് ഞാൻ പറഞ്ഞ
ഈ വിൻഡ് ടർബൈൻസ് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത് ഞങ്ങളെല്ലാവരും കാണുന്നത്. അത്രയ്ക്ക് വലുതാണ്. ഇതാണ് അതിൻ്റെ സർവീസ് സ്റ്റേഷന് മുകളിൽ ഹെലിപ്പാഡൊക്കെ ഉണ്ട്. ഇതും ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറേ നേരം സ്റ്റേ അടിച്ച് നമ്മൾ കുറേ ഫിഷ് ഹണ്ടിങ് നടത്തി. നമുക്ക് പല സ്പോട്ടിലായിട്ട് പുള്ളി ബോട്ട് മാറ്റി പാർക്ക് ചെയ്യും, നങ്കൂരിടും. അപ്പം അതനുസരിച്ച് നമുക്ക് പല ഫിഷുകൾ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ബേബി ഫിഷ് കാര്യങ്ങളൊക്കെ കിട്ടും, ചെറിയ ഫിഷ്. അതാ ഒരു യുകെയിലെ റൂളാണ്, ചെറിയ ബേബി ഫിഷസിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടണം. അത് നമുക്ക് അലൗഡ് അല്ല, അത് നമുക്ക് പിടിക്കാനായിട്ട്. ഒരു വീഡിയോ ആരെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് പൊക്കിയാൽ മതി. ചേർത്ത് ത്രീ ഉണ്ടായിരുന്നു, ഒന്ന് പോയി. ഞാൻ എത്ര എണ്ണം പിടിച്ചാ പോയി. ഒന്ന് തന്നെ വീണു, ആത്മഹത്യ ചെയ്തു. തന്നെ വീണു, ആത്മഹത്യ ചെയ്തു. അതാ എന്നറിയാവോ, ഞാൻ ഈ ചെടി പിടിച്ചോണ്ടിരിക്കണ്ട, അത് വിട്ടാ മതി. ജിമ്മി കൊച്ചു ആ സാധനം ഇവിടെ വന്നു. ജിമ്മിക്ക് കൊണ്ട് 3. കണ്ടാ ചൂണ്ട ഉടക്കി കിടക്കടാ. നമ്മുടെ രണ്ടുപേരും ചൂണ്ട ഉടക്കി കിടക്ക. ഞാൻ പൊക്ക അങ്ങനെ ഈ ദിവസത്തിൻ്റെ 8 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഫൈനലി ഞങ്ങൾ ഷോപ്പിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടയേർഡായിരുന്നു, പക്ഷേ സന്തോഷം ഭയങ്കര വലുതായിരുന്നു. രാവിലെ ലിവർപൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ്, അതിനേക്കാൾ കൂടുതൽ മെമ്മറീസുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ കിട്ടിയ ഫിഷൊക്കെ ജിമ്മിച്ചനും ടോമിച്ചനും അബിയോച്ചനും എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഈ 4 വെക്കാനുണ്ട്. നാലുണ്ടോ? പിന്നെ പിന്നെ അത് മറ്റു സാധനം അക്ഷയപാത്ര. കൂടെ ഒരു ഷെഫ് സാഹചര്യമുള്ളത് കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ, അത് അടിപൊളിയായിട്ട് പുള്ളി ഫിഷ് ഫ്രൈ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. അടിപൊളി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. Special person. If you want it. Otherwise you can. സ്വപ്നവേദങ്ങളിൽ വീഴാതെ നിൽക്കുമെന്റെ ചേതന നിൻവിരൽ പൂതൊടുമ്പോഴും ഇനി അത് പറഞ്ഞു മധുരം ദൈവാമൃതവിൻ